യുവാവിന്റെ കൈപ്പത്തിക്ക് മുകളിലൂടെ ബസ് കയറി ഇറങ്ങി. കാട്ടാക്കട തോട്ടമ്പറ സ്കൂളിന് സമീപം വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. ഇവിടെ തോട്ടമ്പറയിൽ സ്റ്റോപ്പിൽ ഒരാൾക്ക് ഇറങ്ങണമായിരുന്നു. അപ്പോൾ കണ്ടക്ടർ ബെല്ലടിച്ചു ബസ് കൊണ്ട് നിർത്തിയതാ. അപ്പോൾ ഇയാൾ സൈഡ് കൊടുത്താണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ വിളിയായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അയാളുടെ വലത് കൈ ഇല്ല, എല്ലാം ചവഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെ സംഭവിച്ചെന്നാലും പറഞ്ഞോ? ഇല്ല ഇല്ല, ബസ്സിൽ അമിത വേഗതയായിരുന്നു ബസ് ആ സമയത്ത്. അങ്ങനെ ഫാസ്റ്റ് ബസ്സായതുകൊണ്ട് അതിൻ്റെതായ സ്പീഡ് ഉണ്ടായിരുന്നു. ബസ്സിനകത്ത് പാട്ടുണ്ടായിരുന്നു. അത് നല്ല പരിക്കുണ്ടല്ലോ. ആ, വലത് കൈ ടയറിന് ഇടയിലായോ? ടയർ കയറി ഇറങ്ങി അങ്ങനെയാണ് ഇറങ്ങിയാണ്. ആ ടയർ കയറി ഇറങ്ങിയ സമയത്ത് അയാൾ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, വണ്ടി ബേക്കെടുന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഡ്രൈവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കാം. പെട്ടെന്ന് ബേക്ക് എടുത്തു. പക്ഷെ നമ്മൾ നോക്കിയപ്പോഴത്തേനും അയാളുടെ വലത് കൈ ഇല്ല, എല്ലാം ചവഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. വേറെ ആർക്കും പരിക്കുണ്ടോ? ഇല്ല, വേറെ ആർക്കും പരിക്കില്ല, അയാൾ മാത്രമേ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഞങ്ങൾ മുതിയവിട. അത് ഇവിടെ ഇപ്പം അങ്ങേര് പയ്യെ തന്നെ വന്നുകൊണ്ടിരുന്നത്. ഇങ്ങേര് ബസ്സുകാരെ സ്പീഡിൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ബസ്സുകാരെ ഇടിച്ച് തള്ളിയിട്ട് അങ്ങോട്ട് മറിച്ചിട്ടതാണ്. മറിച്ചിട്ട് സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴാണ് ഇവിടെ നിന്ന് ഒരഞ്ഞ് കൈയുടെ പുറംപാളി മൊത്തം. ഈ ഫ്രണ്ടാണ് തട്ടിയത്, ബാക്ക് സൈഡാണ്? സൈഡാണ് തട്ടിയത്. സൈഡ് തട്ടി അങ്ങ് മറിഞ്ഞു വീണേ. ബസ്സിന്റെ ഫ്രണ്ട് ഇടിച്ച് സൈഡിലോട്ട് മറിഞ്ഞു. അപ്പം ഫ്രണ്ട് ടയറാണ് കയറി ഇറങ്ങി. കൈ കൂടെ ബസ് ബാക്ക് പുറകിൽ നിന്നാണോ വന്ന്? പുറകിൽ നിന്നാണോ? സ്പീഡ് ഉണ്ടായിരുന്നു ബസ് സ്പീഡ് ഉണ്ടായിരുന്നു. ഓവർടേക്ക് അത്രയ്ക്ക് ഇവിടെയാണ് ബസ് നിർത്തിയിട്ടിരുന്നത്. ഇതിന്റെ അപ്പർ സൈഡ് ഓപ്പോസിറ്റ് നല്ല കയറിയാണ് നടക്കുക. നല്ല പരിക്കുണ്ട്, നല്ല പരിക്കുണ്ട്, നല്ല ബ്ലഡും പോയി. നിങ്ങളാണ് ആംബുലൻസ് കയറ്റി വിട്ടത്? ഞാൻ പിടിച്ച് കയറ്റിട്ട് ഞാൻ വേറെ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. കുന്താണി സ്വദേശി പ്രദീപ് സഞ്ചരിച്ച ബൈക്കിൽ കാട്ടാക്കട നിന്ന് നെയ്യാർ ഡാമിലേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഓവർടേക്ക് ചെയ്തു വന്ന് തട്ടുകയായിരുന്നു. തറയിലേക്ക് വീണ പ്രദീപിന്റെ കൈയിലൂടെ ബസ് കയറി ഇടത് കൈപ്പത്തി തകർന്നു. നാട്ടുകാർ നിലവിളിച്ചതിനെ തുടർന്ന് ഡ്രൈവർ ബസ് പിറകോട്ടെടുത്ത ശേഷം യുവാവിനെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും എത്തിച്ചു. അമിത വേഗതയിൽ വന്ന ബസ് പെട്ടെന്ന് നിർത്തിയതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന.